ഒരു ഖബറിനരികിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീയോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നീ അള്ളാഹുവിനെ സൂക്ഷിക്കുക, ക്ഷമിക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എനിക്ക് ബാധിച്ച പ്രയാസം നിനക്ക് ബാധിച്ചിട്ടില്ല, നിനക്കതിനെപ്പറ്റി അറിയുകയുമില്ല എന്ന് മറുപടി പറഞ്ഞു. അത് പ്രവാചകനായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അരികിൽ ചെന്ന് ക്ഷമ ചോദിച്ചു. ആ സ്ത്രീയോട് ക്ഷമ അതിന്റെ പ്രഥമഘട്ടത്തിലാകുന്നു എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. എല്ലാം സംഭവിച്ച് ക്ഷമിച്ചു എന്ന് പറയുന്നതിൽ കഴമ്പില്ല എന്ന് മനസ്സിലാക്കുക. ക്ഷമയെന്ന സൽസ്വഭാവം ഇല്ലാത്തതാണ് പുതിയ കാലത്തെ പല പ്രശ്നങ്ങൾക്കും കാരണമാകുന്നത്. മാനസികമായ എന്തെങ്കിലും പ്രയാസങ്ങൾ ബാധിച്ചാൽ അതിലൂടെ ജീവിത നൈരാശ്യത്തിലേക്കും ആത്മഹത്യയിലേക്കും ആപതിക്കുകയാണ് ചിലർ. പെട്ടെന്നുണ്ടാകുന്ന കോപത്തിന്റെ പേരിൽ എത്ര പിഞ്ചു മക്കളെയാണ് സ്വന്തം മാതാപിതാക്കൾ കൊന്നൊടുക്കുന്നത്? എത്ര ശരീരങ്ങളാണ് വെട്ടി നുറുക്കപ്പെടുന്നത്? എത്ര കൗമാരങ്ങളാണ് നാശത്തിലേക്ക് തെന്നി വീഴുന്നത്? മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും മാറ്റിവെച്ച് നമ്മെ മുറിപ്പെടുത്തുന്നവരോട് തിരിച്ച് ക്ഷമിക്കാൻ കഴിയുമ്പോഴാണ് നാം ഉന്നത സ്വഭാവത്തിനുടമയായി തീരുന്നത്. മക്ക വിജയ ദിവസം ശത്രുക്കളോട് നിങ്ങൾ പൊയ്ക്കൊള്ളൂ, നിങ്ങൾക്ക് ഞാനിതാ മാപ്പ് തന്നിരിക്കുന്നുവെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോൾ പ്രവാചകനെ ലോകം അംഗീകരിക്കുകയായിരുന്നു വീണ്ടും.